അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള അയൺ കടായിയും സ്റ്റീൽ കടായിയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ കടായികൾ നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അയൺ കടായി ആണെങ്കിൽ ഇനിയും ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ദോശ ചൂടാനും അതുപോലെ തന്നെ ചപ്പാത്തി ചൂടാനും ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ ആവശ്യമാണ്. ദോശയ്ക്ക് സെപ്പറേറ്റും പിന്നെ ചപ്പാത്തിക്ക് സെപ്പറേറ്റായ കടായി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അയൺ കടായി വളരെ ഹെൽത്തിയാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് മെയിൻറ്റെയിനും ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കടായി നമുക്ക് നോക്കാം. കിട്ടിയപ്പോൾ പ്രീ സീസൺഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അത് മയക്കി എടുത്തു. ഇതിനകത്ത് ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. ഡീപ് ഫ്രൈ ഐറ്റം ആണെങ്കിലും ഫ്രൈ ചെയ്യാനാണെങ്കിലും എല്ലാം ചെയ്യാറുണ്ട്. വടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇച്ചിരി ഓയിലൊക്കെ മാത്രം മതിയാവും. നമുക്ക് മീൻ വറുക്കാം, നല്ല പൊരിച്ചൊക്കെ എടുക്കാം. ഇത് അയൺ കടായി ആയതുകൊണ്ട് തന്നെ, അയൺ പാൻ ആയതുകൊണ്ട് തന്നെ ചൂട് അതിൽ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കാണും. അതിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വറുത്തെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് ഇത് നീറ്റാക്കി വെള്ളമൊക്കെ മാറി എണ്ണയൊക്കെ തടവി വയ്ക്കണം. പിന്നെ ചില കറികൾ, ചില വെജിറ്റബിൾസൊക്കെ അയൺ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറി ഇതിനകത്ത് തന്നെ വയ്ക്കും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് വേറെ പാത്രത്തിൽ മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് ഈ ഒരു കടായിയാണ്. ഇതും എൻ്റെ ഫേവററ്റ് ആണ്. പക്ഷേ ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ജസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. ഇതും പ്രീ സീസൺഡ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് കടായിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത്. അയൺ കടായിസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഡ്രോബാക്ക് വേറെ ഒന്നുമില്ല. ഇതെന്താ പറഞ്ഞാൽ അയൺ കടായി ഇതൊക്കെ ഇച്ചിരി വെയിറ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ഇച്ചിരി മടിയുണ്ട് എനിക്ക്, കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ട് പൊക്കിയെടുക്കാനും. പക്ഷേ പിന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് സോപ്പ് ഇടാതെ ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ അരിപ്പൊടി ഇട്ട് കഴുകും, കടലമാവ് പൊടി ഇട്ട് കഴുകും, അങ്ങനെയൊക്കെ കഴുകും. ലൈറ്റ് സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ സ്ക്രബ് അല്ല യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് കഴുകി സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ മാറി ഒരു തുണി കൊണ്ട് തുടച്ച് എണ്ണ തടവി വയ്ക്കും. കടുകെണ്ണ തടവാറുണ്ട്, വെളിച്ചെണ്ണ തടവാറുണ്ട്, എന്ത് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് തടവി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചൂടൊക്കെ മാറിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഇത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കും. നമുക്ക് നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കടായി എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, റോക്ക് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ സ്റ്റീൽ പാൻസും ഉണ്ട്. അപ്പോൾ ഇത് പ്രസ്റ്റീജിൻ്റെ ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ അയൺ കടായിയൊക്കെ ഇച്ചിരി വെയിറ്റ് ആണ്, സ്റ്റീലൊക്കെ വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇച്ചിരി ഈസിയാണ്. അപ്പോൾ അയൺ കടായി ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി അൺകംഫർട്ടബിൾ ആണെന്നേ ഉള്ളൂ, പക്ഷേ ഹെൽത്തിയാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ പാനും നല്ലതാണ്. ഇന്നത്തെ ഞാൻ ഓയിൽ ഫ്രൈ ഒക്കെ ചെയ്യാറുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.